ഓക്കെ, നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത് ഫോംസ് ആണ്. ഫോംസും പിന്നെ ബാക്കി അഡീഷണൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും നെക്സ്റ്റ് ക്ലാസ് മേ ബി CSS ആയിരിക്കും. CSSൻ്റെ പാർട്ടും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലേഔട്ടിനെ പറ്റിയൊന്ന് പറയാനുണ്ട്. ആ ലേഔട്ടിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒന്ന് നോക്കണം. ജാവാസ്ക്രിപ്റ്റും കൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ഈ HTML CSS ജാവാസ്ക്രിപ്റ്റ് ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള കുറച്ച് ടാസ്ക് തരും. ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് റിയാക്റ്റിലേക്ക് കടക്കുക. ആ റിയാക്റ്റ് ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ട് അതിന് ശേഷമാണ് ജാങ്കോയിലേക്ക് കടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ തരുന്ന ടാസ്ക് മാക്സിമം ആ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അവിടേക്ക് എത്താൻ കഴിയുള്ളൂ. ഒപ്പം സ്കില്ല് ഇമ്പ്രൂവ് ആയി പോരണമെന്നുണ്ടെങ്കിൽ ടാസ്ക് തരുന്നത് അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫോംസിലേക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഫോംസിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. ഓക്കെ, ഫോംസ് എന്നുള്ളത് നമുക്ക് എന്താണ്, നമ്മുടെ യൂസറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫോംസിലെ എലമെൻറ്റ്സ്. ഓക്കെ, അതായത് നമ്മളെ യൂസർ എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത്, ആ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസറിൻ്റെ നിന്ന് കളക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫോംസ് യൂസ് ചെയ്യുന്നത്. മറ്റേയൊക്കെ ജസ്റ്റ് ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടിയിട്ടാണുള്ളത്. ഈ HTML ഫോം ഇതുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പോപ്പപ്പും കാര്യങ്ങളൊക്കെ വരുത്തുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് യൂസർക്ക് ഒന്നും കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബട്ടൺസ്, ഇങ്ങനത്തെ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അതിനകത്ത് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ ഇൻപുട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാഗ് തന്നെ വേണം. അതായത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നുള്ള ടാഗ് തന്നെ വേണം. ഓക്കെ, അതിൻ്റെ ബാക്കി പർപ്പസൊക്കെ അവർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൽ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഇതിലും മെയിൻലി നമുക്ക് യൂസേജ് വരുന്ന കാര്യങ്ങൾ എന്താണ്, ബട്ടൺ ആവശ്യം വരും, ചെക്ക് ബോക്സ് ആവശ്യം വരും, കളറും ആവശ്യം വരും, ഡേറ്റ് വരും, ഡേറ്റ് ടൈം ലോക്കൽ വരും. അത്ര അത്യാവശ്യമായിട്ട് എപ്പോഴും വരുന്നില്ല, എന്നാലും ഒക്കേഷണലി അത് വരാറുണ്ട്. ഇമെയിൽ, ഫയൽസ്, ഇതിൻ്റെയൊക്കെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ടൈപ്പ് ഇൻപുട്ടുകൾ. സോറി, സ്ക്രീന് ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീന് കാണുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാട്ടോ. ഓക്കെ, ഓക്കെ, ഇതിൻ്റെയൊക്കെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ നമ്മളെ ആയുധങ്ങൾ ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ടൂൾസൊക്കെ ഇവിടെ ഉണ്ട്. ഈ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇത് മൊത്തത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ട്, നമ്മൾക്ക് ജസ്റ്റ് ഒരു അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. ഓക്കെ, ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്കൊരു എന്തെങ്കിലും ക്ലിക്ക് ചെയ്യേണ്ട പർപ്പസിലൊക്കെ വരുമ്പോൾ നമുക്ക് ബട്ടൺ ആവശ്യമാണ്. ചെക്ക് ബോക്സ് എന്തിനാ വരുന്നത്, ഇതൊക്കെ എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ഇറ്റ് യുവർ സെൽഫിൽ ജസ്റ്റ് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു BR കയറ്റി വെച്ചാൽ ഓരോന്നും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും സുഖമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് അവർ തന്നത് എടുത്ത് റിമൂവ് ചെയ്യാം. ഫോമും വേണ്ട, അതെന്താ വെച്ചാൽ റീഡയറക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബട്ടണിൽ വാല്യൂ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലത് കാണുള്ളൂ. ഓക്കെ,
ബട്ടൺ നമ്മൾ HTML കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് കിട്ടും, ഒരു ബട്ടൺ നമ്മളെ ബ്രൗസറിൽ കിട്ടും. അതുപോലെ തന്നെ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് മൾട്ടിപ്ലൈറ്റൊക്കെ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ. ഇപ്പോൾ ലാംഗ്വേജ്, നമുക്ക് അറിയുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഉറുദു, അറബി, ഹിന്ദി എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ബോക്സ് ഒക്കെ കൊടുക്കുക. പിന്നെ വരുന്നത് കളേഴ്സ്, കളർ പിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്, കളർ എന്ന് പറഞ്ഞത്. ഇതൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ആ വാല്യൂ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ ജാവാസ്ക്രിപ്റ്റിലാണ് വരിക. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് HTML അത്രേ വരുന്നുള്ളൂ. പിന്നെ ഡേറ്റ് പിക്കർ, ഓക്കെ, ഇതിൽ ഡേറ്റിൽ ഓൾറെഡി ടുഡേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ക്ലിയർ ചെയ്താൽ റീസെറ്റ് ആവുന്ന രീതിയിൽ. പിന്നെ ഡേറ്റ് ടൈം ലോക്കൽ, ഡേറ്റ് വിത്ത് ടൈമാണ് ഈ ഡേറ്റ് ടൈം ലോക്കൽ എന്ന് പറയുന്നത്, നമുക്ക് ടൈമും ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഇമെയിലാണ്. ഇമെയിൽ നമുക്ക് ഇൻപുട്ട് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആവുള്ളൂ, മറ്റേത് ഒരു വാലിഡേഷൻ അവിടെ കീപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. ഒരു അറ്റ് ഇടയിൽ വരും, ഒരു ഡോട്ട് ഈ 2 വേർഡ്സിൻ്റെ ഇടയിൽ വരണം. ഇതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. സ്റ്റാർട്ടിങ്ങിൽ ഒരു എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ഇമെയിൽ സബ്മിറ്റ് ആവുള്ളൂ. മറ്റേത് വാലിഡേഷൻ എറർ റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോർമൽ ഇൻപുട്ടിൻ്റെ പോലെ തന്നെ, അതായത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇത് വരിക. പിന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും ഫയലൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ടാണ് എന്ത്, ഫയൽ ഇൻപുട്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അപ്ലോഡ് ചെയ്യും, ജസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് ഇവിടെ വന്നിട്ട് അതിനനുസരിച്ച് ബാക്കി നമ്മളെ ജാവാസ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ ബാക്ക് എൻഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുക, സെർവറിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ടാവും, അതൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഫീച്ചർ വെച്ചിട്ടാണ്. അത് മൊബൈലിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വർക്കിംഗ് അതിൽ വരും, നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിന് കറസ്പോണ്ടിങ് വർക്കിംഗ് അതിൽ വരും. ഓക്കെ, പിന്നെ വരുന്നത് ഇമേജ്. നമുക്ക് വല്ല ഇമേജ് ഇൻപുട്ടാണിത്. ജസ്റ്റ് ഒന്നുമില്ല, ക്ലിക്കബിൾ ഇമേജ് പോലെയാണ്. അതിലേക്ക് ഇമേജ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് വളരെ റെയറാണ്, അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇതിന് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ടൈം ലോക്കൽ, ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് വരാറുണ്ട്. ഈ മന്തൊന്നും ആരും ഇങ്ങനെ എടുത്ത് കാണാറില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലൊരു ഇൻ്റർഫേസ് ഓൾറെഡി അവർ തരുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. അത് ഏത് ഇയറത്തെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിനൊക്കെ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ഏത് ഇയർ മുതലാണ് ഇവിടെ കാണിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. പിന്നെ ഈ നമ്പർ ഫീൽഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നമുക്ക് ഈ എന്നുള്ള ലെറ്റർ മാത്രമേ എടുക്കുള്ളൂ. അതെന്താ വെച്ചാൽ 10 എന്നൊക്കെ പറഞ്ഞാൽ ഒരു വാല്യൂ ആണ്, എക്സ്പോണൻഷ്യൽ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എടുക്കുന്നത്. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഒന്നും എടുക്കില്ല. അപ്പോൾ ഞാൻ ASD എന്നൊക്കെ അടിക്കുന്നുണ്ട്, അതൊന്നും വരില്ല. പകരം നമ്പേഴ്സ് കൊടുത്താൽ അതൊക്കെ വരും. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുത്താലും വരില്ല, പകരം ഡോട്ട് കൊടുത്താൽ അത് വരും. അതായത് നമ്പേഴ്സ് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ പാസ്വേഡിൻ്റെ ഉപയോഗം നമ്മൾ എഴുതുന്നത് ഇതുപോലെ ഡോട്ടായിട്ടാണ് കാണിക്കുക. പിന്നെ റേഡിയോ ബട്ടണും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിൽ സിംഗിൾ ഐറ്റം ചൂസ് ചെയ്യാനാണ്. അപ്പോൾ മേ ബി ജെൻഡറിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ കൊടുത്ത് കാണപ്പെടാറുണ്ട്, മെയില് ഫീമെയില് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വരുന്നത് റീസെറ്റ് ഒന്നും ജസ്റ്റ് ഫോമിലുള്ള കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ആരും യൂസ് ചെയ്യില്ല മീൻസ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, വളരെ റെയറാണ്. സെർച്ച് അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് ഒക്കെ പോലെ തന്നെയാണ്. നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതും നമുക്ക് കസ്റ്റം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. റിമൂവ് ചെയ്യുന്നുണ്ട്. സബ്മിറ്റും ബട്ടണും ഏകദേശം സെയിമുമാണ്. നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ലോജിക്ക് നമ്മളാണ് എഴുതുക.
നമ്മൾ ആരും സബ്മിറ്റ് ബട്ടൺ തന്നെ കൊടുത്ത് ചെയ്യുന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ബട്ടൺ ഉണ്ട്, അത് തന്നെ മതി. പിന്നെ റേഞ്ച് ഇത് നമുക്ക് ഇതൊന്നും വല്ലാണ്ട് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, എന്താന്ന് ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളെന്തായാലും ഒരു നമ്പറിന് ഈ രണ്ട് നമ്പറിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയിട്ട് വാലിഡേറ്റ് ചെയ്യുന്നതാണ് പതിവ്. ഇതൊക്കെ ഒഴിവാക്കാം. പിന്നെ ടെലിഫോൺ ആയിരിക്കും എന്നാണ് തോന്നുന്നത്, ഇതൊന്നും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇതും വേണ്ട. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഇതാണ് മെജോറിറ്റി ടൈമിലും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈം ജസ്റ്റ് ടൈം ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതും യൂസ് ചെയ്ത് കാണാറുണ്ട്, നടന്നോട്ടെ. പിന്നെ URL ഫീൽഡ് നമുക്ക് വല്ല ഇതുപോലത്തെ നമ്മളെ ഇതൊക്കെയാണ് URL എന്ന് പറയുന്നത്. ഇതൊക്കെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ URL ഫീൽഡ്. ബാക്കിയുള്ള കൊടുത്ത് സബ്മിറ്റ് എടുക്കുന്ന സമയത്ത് മേ ബി എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ URLും ഈ പറഞ്ഞ പോലെ നമ്മൾ വാലിഡേഷനൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാറാണ്. പിന്നെ നമുക്ക് വീക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഇതും വളരെ റയറായിട്ടാണ് കാണാറ്. ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം നമുക്ക് യൂസ്ഫുൾ ആവേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന ടാസ്ക് ഞാൻ തരാം. അപ്പോൾ ആ ടാസ്കിൽ മാക്സിമം ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾ റേഡിയോ ബട്ടണും ഈ ചെക്ക് ബോക്സും യൂസ് ചെയ്യുന്നത് ഒന്ന് സെപ്പറേറ്റ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് തരുന്ന ടാസ്കിൽ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല, അറ്റ് എ ടൈം രണ്ട് സംഭവം ചൂസ് ചെയ്യുന്ന രീതി റേഡിയോ ബട്ടൺ വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, റേഡിയോ ബട്ടൻ്റെ പർപ്പസ് നമ്മളെന്താണ്, ഒന്ന് ചൂസ് ചെയ്താൽ ബാക്കി ചൂസ് ചെയ്ത് സെലക്ട് ആവരുത് എന്നുള്ളതാണ്. അറ്റ് എ ടൈം ഒന്നേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, അതാണ് റേഡിയോ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഒന്നും കൂടെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കാലം ഞാൻ ടാസ്ക് ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ചിലവരൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. ആ രീതിയിൽ ബാക്കിയുള്ളവർ ചിലവരൊക്കെ പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്ത് അങ്ങനെ പോയവരുണ്ട്. ഒരിക്കലും നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നവരെ അതിനപ്പുറത്തേക്കൊന്നും പഠിക്കരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊന്നും ഇരിക്കല്ലേ. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്പ്ലോർ ചെയ്ത് കിട്ടുന്നതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ടാസ്ക് ആഡ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് കവർ ചെയ്യേണ്ടത് ഓക്കെ എഡിറ്റേഴ്സ്. നിങ്ങളെല്ലാവരും VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തതല്ലേ? ഹലോ, VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സിസ്റ്റത്തിലൊക്കെ ശരിയാക്കി വെക്കുക. ഓക്കെ, നമ്മൾ HTML CSS ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടാസ്ക് തരും. അപ്പോൾ അതിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളതൊക്കെ, അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക. പിന്നെ സിസ്റ്റം ഇതുവരെ ഇങ്ങനെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ HTML പോർഷനിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഓരോ ഡെപ്ത് ലെവലിൽ പോകുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഈ ഫോംസും കൂടെ പറഞ്ഞതോടുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഡെപ്ത് ലെവലിൽ പോകുമ്പോൾ അത് ജാവാസ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ ഇതിൻ്റെ ഡെപ്ത് പോയിട്ട് കാര്യമില്ല. ഇപ്പം മിനിമം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതൊന്ന് കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ആ ടാഗ് മാത്രം ഇവിടെ കൊടുന്നിട്ടുകൊണ്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉദാഹരണം ഇവിടെ ചെക്ക് ബോക്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്, റേഡിയോ ബട്ടൺ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ഹെഡിങ് കൊടുക്കാം.
ഓക്കെ, ജെൻഡർ എന്ന് വന്നു. അതിന് നേരെ നമുക്കൊരു നെയിം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മതി. അതല്ല നമുക്കതൊരു ടാഗിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാബിൽ നിന്നുള്ള ടാഗോ പി ടാഗോ ഡിവോ സ്പാനോ എന്താണെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ മെയിൽ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും ചൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ചൂസ് ചെയ്യാത്ത രീതിയിൽ ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ഉള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ചെക്ക് ബോക്സിൻ്റെ അവിടെ നമുക്കിതുപോലെ എന്ത് ചെയ്യാം, ലാംഗ്വേജസ് ഒക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ചെയ്യുക. ഇതിൽ അഡീഷണൽ കൂടുതൽ ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ലൊരു വൃത്തിയിൽ ഫോം ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കും ടാസ്ക്. അപ്പോൾ ഇത്രയും പോർഷൻ വെച്ചിട്ട് ഞാൻ ഏതായാലും ആ കേസ് പറഞ്ഞു തരണ്ടേ. നമുക്കിനി നെക്സ്റ്റ് CSSലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഓക്കെ, HTML ഇപ്പോൾ പറഞ്ഞിടത്തോളം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പോകുമ്പോഴാണ് കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പോഴാണ് മേ ബി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരിക. പ്രോഗ്രാമിങ് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊന്നും ജസ്റ്റ് പ്രോഗ്രാമിംഗ് അല്ല. ഇത് നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ചെയ്യാം. നമ്മൾ വേർഡ് ഡോക്കിലൊക്കെ എഴുതുമല്ലോ, അതുപോലൊക്കെ എഴുതുന്ന രീതിയിലാണ്. പക്ഷേ ജസ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. അതായത് HTML ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. ഓക്കെ, ലോജിക്കൽ ലെവലിലേക്കൊന്നും ഇതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി നെക്സ്റ്റ് CSS നമുക്ക് ഒന്ന് പെട്ടെന്ന് കവർ ചെയ്യാം. CSS കൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ബട്ടൺ കണ്ടില്ലേ, ബട്ടണൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ബട്ടണിൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. പക്ഷെ ഇവരെ വന്നിട്ടുള്ള ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതേപോലെ നമുക്ക് നമ്മുടെ ബട്ടനും ആക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ CSSൽ കവർ ചെയ്യുക. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ ബട്ടൻ്റെ ഡിസൈന് പോയി. ഓക്കെ, അതിന് കാരണം എന്താ അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഈ ഒരു ബട്ടൻ്റെ ഡിസൈനും കൂടെ കളഞ്ഞുതരാം. ഞാനിത് റിമൂവ് ചെയ്തപ്പോൾ ഓക്കെ, ആ ക്ലാസിൻ്റെ വാല്യൂ റിമൂവ് ചെയ്തു. ക്ലാസ്സിനുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ റിമൂവ് ചെയ്തപ്പോൾ ബട്ടൻ്റെ രൂപമൊക്കെ മാറി. ഓക്കെ, ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ CSS ആണ്. CSSൻ്റെ ക്ലാസ്സാണ് ഞാൻ എടുത്ത് ഒഴിവാക്കിയത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു HTML കവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ CSS ആഡ് ചെയ്യുന്ന 3 രീതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? ഒന്ന് ഇൻലൈന്, ഒന്ന് ഇൻറ്റേർണൽ, ഒന്ന് എക്സ്റ്റേണൽ. ഓക്കെ, ഇൻലൈനും ഇൻറ്റേർണൽ എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മളെ HTMLൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ ടാഗിനകത്ത് CSS എഴുതുന്നതിനാണ് ഇൻറ്റേർണൽ എന്ന് പറയാം. ഇനി അതല്ല, ആ ടാഗിനോട് കൂടെ അതിൻ്റെ ഉള്ളിൽ ആ ടാഗിനകത്ത് സ്റ്റൈൽ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഇട്ടിട്ട് ഡയറക്റ്റ് CSS എഴുതുന്നതിനാണ് ഇൻലൈൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഫയലിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഇതിൽ ലിങ്ക് ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് പറയാം, എക്സ്റ്റേണൽ എന്ന് പറയാം. ആ ഒരു എക്സ്റ്റേണൽ ഇൻറ്റേർണൽ
ഇൻലൈൻ ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. അതിൽ ഞാൻ ഇത് എക്സ്റ്റേണൽ ടൈപ്പ് CSS ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടി ഒന്നും അതിന് വരില്ല. അപ്പോൾ അത് നോർമൽ ഒരു ബട്ടൻ്റെ പോലെ വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി ഇപ്പോഴും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നാമത് ഇത് എ ടാഗാണ്. എ ടാഗിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ലിങ്ക് ചെയ്ത് പോകുക എന്നുള്ളത്. അതിനാണ് HRF എന്നുള്ള ആട്രിബ്യൂട്ടൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ബട്ടൺ കൊടുത്തില്ല, എന്തുകൊണ്ടാണ് അവിടെ എ ടാഗ് കൊടുത്തത്? ബട്ടനല്ലേ, അപ്പോൾ എന്തിനാ എ ടാഗ് കൊടുത്ത്? ഈ ലിങ്കിങ്ങിനൊക്കെ അല്ലേ നമുക്ക് ശരിക്കും എ ടാഗ് കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ റോളില്ല. അതൊക്കെ HTML പഠിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഡിസൈൻ ചെയ്യുമ്പോഴും ഡെവലപ്പ് ചെയ്യുമ്പോഴും മേ ബി അതിൻ്റെ ഫങ്ഷനാലിറ്റീനെ ബേസ് ചെയ്തിട്ടൊക്കെ മേ ബി നമ്മൾ ബട്ടനും എ ടാഗും ലിങ്കും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യും. ഓക്കെ, അതൊക്കെ നമുക്ക് ഇഷ്ടമല്ല യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അറിഞ്ഞിരിക്കുക, അറിഞ്ഞത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് HTML ഏത് വെബ്സൈറ്റ് ആണെങ്കിലും ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ കോഡ്, അതായത് HTML കംപ്ലീറ്റ് ഇവിടെ കിട്ടും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അതിൽ എഡിറ്റ് വരുത്തിയിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കണമെങ്കിലൊക്കെ ചെയ്ത് നോക്കാം. ചിലതിലൊക്കെ പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡോട്ടായിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്കത് റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡിൻ്റെ ഫീൽഡൊക്കെ റിവീലായിട്ട് വരും. മേ ബി ഇതിൽ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ടൈപ്പ് പാസ്വേഡ് ആണെന്ന് വിചാരിക്കുക. പാസ്വേഡ് ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാൻ മാർഗമൊന്നും വേറെ എവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി എന്ത് ചെയ്യാം, ഈ എലമെൻ്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈപ്പ് പാസ്വേഡ് ആയിരിക്കും, അത് ടെക്സ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ അത് നമുക്ക് റിവീലായി വരും. ഓക്കെ, ചിലതിനൊന്നും ഇവിടെ ഒരു ഐൻ്റെ ചിഹ്നം ഉണ്ടാവില്ല. ഐൻ്റെ ചിഹ്നം എന്താ വെച്ചാൽ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന ഫങ്ഷനാലിറ്റീസ് ആണ്. ഇതൊക്കെ ടാസ്ക് തരുമ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ടാസ്ക് തരണ്ടേ. ഓക്കെ, അപ്പോൾ CSS 3 രീതിയിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന HTML ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 3 വിധമാണ്: ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, ഇൻലൈൻ. പിന്നെ നമ്മൾ ഇത് CSS എഴുതുന്ന രീതി, ഇതിപ്പോൾ ഇൻറ്റേർണൽ ടൈപ്പാണ്, ഇത് CSS ആണ്. ഓരോ ടാഗിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇത് ഡയറക്റ്റ് ആ ടാഗിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇത്. ഈ ടാഗിന് എൻ്റയർ ടാഗിന് ഈ ഒരു കളർ അപ്ലൈ ആവും. ഇത് H1 എന്നുള്ള ടാഗിന് അപ്ലൈ ആവേണ്ടത് ഈ ഇത്രയും സ്റ്റൈലുകളാണ്. P എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിന് അപ്ലൈ ആവേണ്ടത് ഇത്രയും സ്റ്റൈലുകളാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് നമുക്ക് ക്ലാസ്, അതായത് നമുക്ക് ബോഡി എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്താണ്, ഇത് ബോഡി മാറ്റിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് പോയി. കാരണം എന്താണ്, ഡോട്ട് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ വന്ന് ഇനി നമുക്ക് ഈ ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടാവും. അവിടെ ക്ലാസ് ഇക്വൽ ടു ബോഡി, ക്ലാസ് ഇക്വൽ ടു ബോഡി എന്ന് കൊടുത്താൽ നമുക്ക് ആ കളർ വീണ്ടും തിരിച്ചു വരും. അതിന് കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഡോട്ട് ബോഡി, ഡോട്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോഡി എന്നുള്ള സ്റ്റൈലാണ് ഇതിലേക്ക് വരിക. ക്ലാസ് ഈക്വൽ ടു ബോഡി എന്ന് എഴുതിയിട്ടില്ല, അതിനകത്ത് വരുന്ന സ്റ്റൈലുകളാണ് ഇതിലോട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡോട്ട് ബോഡി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അതിൻ്റെ സ്റ്റൈൽ ഇവിടെ അപ്ലൈ ആയി. ഇനി അടുത്തൊരു മെത്തേഡ് ഹാഷ് ആണ്. ഇതൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യില്ല, ജസ്റ്റ് പറഞ്ഞു തരിക എന്നുള്ളൂ. ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് വർക്കാവില്ല, പോയി. ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇതിൽ ഹാഷ് ഇട്ട സമയത്ത് ഇത് വന്നില്ല. ഹാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലാസ് അല്ല ഉപയോഗിക്കേണ്ടത്, പകരം ID ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ID ഉപയോഗിച്ചപ്പോൾ അത് തിരികെ വീണ്ടും വന്നു. നോർമലി
നമുക്ക് നമ്മളെ ആട്രിബ്യൂട്ട്സ് ക്ലാസ് ഐ ഡി എന്നൊക്കെ വരും. ഇനി ഒരെണ്ണം കൂടെ കാണാൻ ചാൻസ് ഉണ്ട്, നെയിം. ഈ നെയിമൊക്കെ അധികം നമ്മളെ ഇൻപുട്ട് ടെക്സ്റ്റ് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് അധികം നെയിമൊക്കെ യൂസ് ചെയ്യാറ്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെബ്സൈറ്റിൽ പല ആവശ്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ ഇൻപുട്ട് ഫീൽഡുകൾ ഉണ്ടാക്കും. അപ്പോൾ ആ ഇൻപുട്ട് ഫീൽഡുകളിൽ നിന്ന് ഒരെണ്ണത്തിന് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിമും ഐ ഡി ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ ഏത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഒരുവിധം ആളുകൾ ചെയ്തു വരുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നെയിം വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഐ ഡി. ഓക്കെ, ക്ലാസ് വെച്ചിട്ടൊന്നും യൂസ് ചെയ്യില്ല. ക്ലാസ് മെയിൻലി യൂസ് ചെയ്യുക CSS വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ ഐ ഡി മെയിൻലി യൂസ് ചെയ്യുക ജാവാസ്ക്രിപ്റ്റിനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ CSS ആണ് നോക്കുന്നത്. അപ്പോൾ CSS ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഇനി CSS വരുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് നോക്കട്ടെ. ഓക്കെ, ഇതൊക്കെ ഓൾമോസ്റ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ഈ പറയുന്നത്. സിൻടാക്സ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ സിൻടാക്സ് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി കോഡിങ്ങിലൊക്കെ നമ്മൾ ഇതിൻ്റെ രൂപം കാണിച്ചതാന്നൊക്കെ പറയുമല്ലോ, ഇതെങ്ങനെ വർക്ക് ചെയ്യുക, ഇതെങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് സിൻടാക്സ്, അല്ലെങ്കിൽ ഒരു വേർഡാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CSS എഴുതുമ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. അതിനകത്ത് എന്തുണ്ട്, പ്രോപ്പർട്ടി വാല്യൂ സെമിക്കോളൻ, പ്രോപ്പർട്ടി വാല്യൂ സെമിക്കോളൻ. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സിൻടാക്സ് CSS എഴുതുക. ഓക്കെ, ഇനി ഈ പ്രോപ്പർട്ടി പല പ്രോപ്പർട്ടീസ് ഉണ്ട്. കളർ ഒരു പ്രോപ്പർട്ടിയാണ്, ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതിൽ ഈ സെലക്ടർ എന്ന് പറയുന്നതാണ്. ഇത് മേ ബി ഹെഡിങ് ആവാം, എലമെൻ്റ് ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് നെയിം ആവാം, അതല്ലെങ്കിൽ ID ആവാം. ഓക്കെ, ഇതിലേതും ആവാം. അപ്പോൾ ബേസിക്കലി എല്ലാം ഒരുവിധം ആളുകളൊക്കെ ചെയ്തു വന്നിട്ടുള്ളത് ക്ലാസ് നെയിം ആണ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എലമെൻറ്റിൻ്റെ പേര് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് എലമെൻറ്റ് ലെവലാണ്. വേറെ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് അവരെ സിൻടാക്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓടുന്നതാണ്. ഞാൻ വെറുതെ ഇതിന് ടൈം കളയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, പിന്നെ സെലക്ടേഴ്സ് എന്ന് പറയുന്നത് 3-4 രീതി, 1 2 3. സെലക്ടേഴ്സ് ചെയ്യുന്ന രീതികളാണ് ഈ പറയുന്നത്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ എലമെൻറ്റിൻ്റെ പേര് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഐഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹാഷ് ഇടുന്നത്. പാരാ 1 എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ID = 1, ID = പാരാ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു സ്റ്റൈലും എവിടെ അപ്ലൈ ആവും, ഈ ടാഗിനകത്ത് അപ്ലൈ ആവും. ഓക്കെ, ഇതെവിടെ യൂസ് ചെയ്യുന്ന അവിടെ മാത്രമേ ഇത് അപ്ലൈ ആവുള്ളൂ. അതൊക്കെ ഓക്കെ അല്ലേ? ഇതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്ലാസ് സെലക്ടർ, ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ടാണ് ഉപയോഗിക്കുക. ഇതൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ അഡീഷണൽ ആയിട്ടൊന്നും ഇല്ല. ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു രീതിയാണ്. ഓക്കെ, അതായത് നമ്മുടെ p.center എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ദിസ് എക്സാമ്പിൾ p element with class center will be red and center aligned. ഇതിലെന്താ വെച്ചാൽ ഇതിൽ ഒരു p ടാഗ് ഉള്ളൂ. ഞാനൊരു p ടാഗും കൂടെ എഴുതാണ്, പക്ഷെ അതിന് ക്ലാസ് കൊടുക്കുന്നില്ല. ഓക്കെ,
ഇത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് H1 ഒരു ഹെഡിങ് ടാഗ് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലാസ് സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്നില്ല, CSS ഇല്ല അവിടെ. P ടാഗിൻ്റെ സെൻറ്റർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ P ടാഗിന് സെൻറ്റർ എന്നുള്ള ക്ലാസ് ഉള്ളതിന് മാത്രമാണ് എന്ത് അപ്ലൈ ആവുക, ഈ സ്റ്റൈൽ അപ്ലൈ ആവുക. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് കൊടുക്കുന്നത് നമ്മളെ ടെക്സ്റ്റ് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ CSSൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ, അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇത്രയൊക്കെ തന്നെ അതിൽ പറയാനുള്ളൂ. മൾട്ടിപ്പിൾ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് 2 CSS ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ ഈ പീൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല, ഞാൻ ജസ്റ്റ് അത് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അതിൽ ഹെഡിങ്. ഓക്കെ, ഇവിടെ സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ലാർജ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനുള്ള CSSൻ്റെ കോഡുകളാണിത്. ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും പിന്നെ അതിന് കളറ് റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാർജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു CSS ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫോണ്ട് സൈസ് 300% കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് കണ്ടില്ലേ, റെഡ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൽ എന്താ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഹെഡിങ്ങിൽ ക്ലാസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡിങ് ടാഗിന് എന്ത് അപ്ലൈ ആവും, സെൻറ്റർ എന്നുള്ള CSS കംപ്ലീറ്റ്ലി ഇതിന് അപ്ലൈ ആവും. അപ്പോൾ അപ്ലൈ ആകുമ്പോൾ അതിനനുസരിച്ച് അത് ബിഹേവ് ചെയ്യും. പിന്നെ അടുത്ത എന്താണ് P ടാഗ്. P ടാഗിനും സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ P ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും അതുപോലെ അപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു P ടാഗ് തന്നെയാണ്, പക്ഷെ അതിൽ സെൻറ്ററും ഉണ്ട് ലാർജും ഉണ്ട്. അപ്പോൾ എന്താവും, ഇത് രണ്ടും കൂടെ ഇതിന് അപ്ലൈ ആവും. എന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിപ്പോൾ രണ്ടും കൂടെ ഒരൊറ്റ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വർക്കാവും, ആ രീതിയിലാണ് ഇത് വർക്കാവുക. ഓക്കെ, അങ്ങനെ വർക്കാവുമ്പോൾ ഈ പോർഷൻ വർക്കാവും. അത് കാരണം ഇത് എവിടെ നടുക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഫോണ്ട് സൈസ് 300 അതും കൂടെ ഇതിന് അപ്ലൈ ആവും. ഈ P ടാഗിന് എന്തില്ല, ലാർജ് ഇല്ല. അപ്പം അതുകൊണ്ട് നോർമൽ ഒരു സൈസ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്, ഡിഫോൾട്ട് സൈസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് ലാർജ് എന്ന് പ്രത്യേകം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണ്ട് സൈസിന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഫോണ്ട് സൈസ് എത്രയായി, 300% വന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇൻസ്പെക്ട് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. പോയോ, ഇപ്പോൾ അതിലത് കണ്ടില്ലേ, ക്ലാസ് ഈക്വൽ ടു W3-call 110 M12 എന്നൊക്കെ എഴുതിക്കണുണ്ട്. ഇത് L10 ആണ്, ഇത് M12 ആണ്. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഓരോ പ്രോഗ്രാമേഴ്സ് ചെയ്യുന്ന ഓരോ കോഡാണ്. ഈ M12 എന്നുള്ളതൊക്കെ അവർക്ക് വായിച്ചു കഴിഞ്ഞാൽ മേ ബി മാർജിൻ 12 എന്നൊക്കെ ആയിരിക്കും. ഇത് മേ ബി നമുക്കെന്താ അറിയില്ല കറക്റ്റ്. L10 എന്ന് അവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. മേ ബി നമുക്കത് റിമൂവ് ചെയ്യാം. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CSS ഇതാ ഇവിടെ വരുന്നത് അതിൻ്റെ CSS ആണ്. ഉദാഹരണം ഈ ടാഗിന് വന്നിട്ടുള്ള CSS ആണ് ഈ കിടക്കുന്നത്. ഇതിൽ കോൾ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഇത് കണ്ടോ, W3-call എന്നൊക്കെ വന്നിട്ടുണ്ട്, ഫ്ലോട്ട് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസൊക്കെ കൊടുത്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കിത് ഡിസേബിൾ ചെയ്യാം, ആക്റ്റീവ് ആക്കാം. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ യൂണിവേഴ്സൽ സെലക്ടർ ഉണ്ട്. നമുക്ക് HTML-ത്തെ എല്ലാ എലമെൻസിനും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ആവുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, കളറ് ബ്ലൂ ആയി. ഓക്കെ, ഒരു ടാഗ് ഞാനിവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യാണ്. ആ ടാഗ് P ടാഗ് തന്നെ ആയിക്കോട്ടെ. അതിന് ഞാൻ ക്ലാസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നോർമലി അത് എന്ത് കളറിലാണ് വരിക, ബ്ലാക്ക് കളറിലാണ് വരിക. ഓക്കെ, ഞാൻ ഈ CSS അതായത് സ്റ്റാർ എന്നുള്ള സെലക്ടർ വെച്ചിട്ട് കൊടുത്തു, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കളർ ബ്ലൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ
അത് അതിന് അപ്ലൈ ആയി വരും. അതായത് ഡിഫോൾട്ട് സ്റ്റൈൽ മാറിയിട്ട് ഇതിന് എല്ലാത്തിനും സെൻറ്ററിൽ വരണം, അതിന് കളർ ബ്ലൂ ആവണം എന്നുള്ളൊരു CSSൻ്റെ കോഡാണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് അതിനനുസരിച്ച് ബിഹേവ് ചെയ്ത് വന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ആ രീതിയിൽ വന്നു. ഓക്കെ. പിന്നെ നമുക്ക് CSSൽ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ HTMLൽ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു, ഇൻപുട്ട് ടൈപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. അതുപോലെ ഇതും ജസ്റ്റ് പരിചയപ്പെടുക എന്നുള്ളതാണ്. ലേഔട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടുതൽ ഇരുന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. ഇപ്പോൾ ഒരുവിധം CSSൽ യൂസ് ചെയ്യുന്ന കുറച്ചൊക്കെ ടേംസ് ഒക്കെ കിട്ടിയില്ലേ? കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്, ടെക്സ്റ്റ് അലൈൻ ഉണ്ട്, ഫോണ്ട് സൈസ് ഉണ്ട്, ഫോണ്ട് ഫാമിലി ഉണ്ട്, അതുപോലെ പാഡിങ്, മാർജിന്, വിഡ്ത്ത്, ഹൈറ്റ്, ഇതൊക്കെ CSSൽ വരുന്ന ഓരോന്നാണ്. ഓക്കെ. ഇതിൽ ഇനി കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് വരേണ്ടത് ബോർഡേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ബോർഡറിന് വരുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇത്. ബോർഡർ സ്റ്റൈലിന് വരുന്ന വാല്യൂസ് ആണ് ഡോട്ടഡ്, ഡാഷ്ഡ്, സോളിഡ്, ഡബിൾ ഗ്രൂവ്. ഇതൊക്കെ ഈ ഒരു ബോർഡറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സ്റ്റൈലുകളാണ്. ഓക്കെ. ഇതിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരിക, ഒരു കണ്ടന്റ്, ആ കണ്ടന്റിന് ചുറ്റുപുറം ഓരോ രീതിയിൽ ബോർഡേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സെറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ ബോർഡർ വിഡ്ത്ത്, ബോർഡറിൻ്റെ ഇതാണ് വിഡ്ത്ത്. ഇതിന് വിഡ്ത്ത് 5px കൊടുത്തപ്പോൾ വന്നിട്ടുള്ള തിക്നെസ് ആണ്. പിന്നെ മീഡിയം, സ്മാൾ, അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ തന്നെ. ബോർഡർ സെറ്റ് ചെയ്യുക, അതിന് ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോർഡറിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡർ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CSS പ്രോപ്പർട്ടി ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്താൽ നമുക്ക് ബോർഡർ കളർ മാറ്റാവുന്നതാണ്. പിന്നെ വരുന്നത് ബോർഡർ സൈഡ്സ്. ഓക്കെ. ബോർഡർ ഏത് സൈഡിലേക്ക് നിൽക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഇൻഡിവിജ്വൽ ബോർഡർ സൈഡ്സ്. ഓക്കെ. നമ്മൾ ബോർഡറിൻ്റെ സൈഡിൽ മാത്രം എന്ത് വരുത്തുക, ഓരോ ടൈപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബോർഡർ ടോപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡോട്ടർ ആണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ബോർഡർ വരും. ബോർഡർ തന്നെ അല്ല. ഓക്കെ. ബോർഡർ 1 സോളിഡ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതൊന്നും വല്ലാണ്ട് അത്ര ഒന്നും യൂസ് ചെയ്യില്ല. നമ്മൾ ഇതൊക്കെ കണ്ടാൽ തന്നെ ഒരു ബോറൻ ഫീലാണ്. ആ രീതിയിലൊന്നും അത് ചെയ്യൂല. നോർമലി നമ്മൾ കൊടുക്കുന്ന ബോർഡറിൻ്റെ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ബോർഡർ 1px സോളിഡ്, പിന്നെ നമ്മൾ കളർ കൊടുക്കും. ബോർഡർ ഈക്വൽ ടു .1px ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തിക്നെസ് ആണ്. പിന്നെ സോളിഡ് ഉദ്ദേശിക്കുന്നത് ഒരു അതായത് ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നോർമൽ സ്റ്റൈലാണ് സോളിഡ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കളർ സെറ്റ് ചെയ്യാം. ബ്ലാക്ക്, ഡിഫോൾട്ട് ബ്ലാക്ക് ആണ്, ബ്ലൂ ആക്കാം. ഓക്കെ. ഇതിപ്പോൾ എന്തായി, 1px സോളിഡ് ബ്ലൂ എന്ന് കൊടുത്തപ്പോൾ ഈ രീതിയിൽ ബോർഡർ സെറ്റായി. പിന്നെ നമുക്ക് ബോർഡർ റേഡിയസ് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. ബോർഡർ റേഡിയസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ. ബോർഡർ റേഡിയസ് 5px കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ച്, ഇവിടെ കണ്ടോ, ആ ഷാർപ്പ് അടിച്ച് പോയിട്ട് ഒരു സ്മൂത്ത് അടിച്ച് വന്നിട്ടുണ്ട്. 50px കൊടുത്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അങ്ങനെ ബോർഡർ, പിന്നെ ഷോർട്ട് ഹാൻഡ്, ഇതൊക്കെ അതിൽ വരുന്ന ഓരോ പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്.
ഇതൊക്കെ മേ ബി നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ബോർഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ടാഗ് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ആ ഡിസൈൻ കീപ്പ് ചെയ്യുക. അതിലേക്ക് മേ ബി നമുക്ക് ഇമേജ് വെച്ചിട്ട് ചെയ്യാം, അതല്ല ഏതെങ്കിലും ടാഗ് വെച്ചിട്ട് ചെയ്യാം. പല രീതിയിൽ വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ബോർഡർ വെച്ചിട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തന്നുള്ളൂ. പിന്നെ റൗണ്ടഡ് ബോർഡർ, നമ്മളെ ബോർഡറിൻ്റെ ഈ അടിച്ച് ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ബോർഡർ റേഡിയസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് മാർജിനും പാഡിങ്ങും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് അത്യാവശ്യം പറയാനുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയത് എന്താ വെച്ചാൽ, നമ്മൾ HTML ഒരു ഇൻപുട്ട് ടൈപ്പും കൂടെ ഉണ്ട്. അത് കാണിച്ചു തരാം. ഇവിടെ എവിടെയും കാണാനില്ല. ഇൻപുട്ട് ടൈപ്പ് എന്നല്ല, ഒരു ടാഗാണ്. അത് ആ രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. HTML ടാഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടോന്നുണ്ട്, അതിനകത്താണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പാരഗ്രാഫൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടൈപ്പിൽ നമുക്ക് ഇത് റീസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതിൻ്റെ ഹൈറ്റ് ഒന്നും സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബിൽഡിനായിട്ട്. ഇതുണ്ടോ, ഇതുപോലെ ഒരു സ്ക്രോൾ ബാറൊക്കെ ഇതിൽ വരും. നമുക്ക് റീസൈസ് ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ലെവലിൽ കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വിട്ടുപോയതാണ്. ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്. അത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു എന്നുള്ള രീതിയിലല്ല കൊടുക്കുക. നേരെ മറിച്ച് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ആ ടാഗിലാണ് ഈ കാര്യങ്ങൾ കൊടുക്കുക. ഇതിൽ ID, നെയിം, റോസും കോളംസും എന്താ വെച്ചാൽ ഡിഫോൾട്ട് HTML ഉള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എത്ര റോ ഉണ്ട്, എത്ര കോളം എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. ഓക്കെ. പിന്നെ ഈ റീസൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോരോ ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് വെച്ചിട്ട് അതും സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ്, ഇത് ഈ കണ്ടന്റാണ് ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ എംപ്റ്റി ആയിട്ട് കിടക്കും. നമുക്ക് വേറെ വല്ലതും ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് വിചാരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാർജിനും പാഡിങ്ങും ഈ രണ്ട് കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇതിലിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഏരിയ വന്നിട്ട് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ബോർഡർ, ഇതിൻ്റെ ബോർഡർ, ഈ സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി ഇതിൽ എല്ലാം ഒന്നും ആയിട്ടുണ്ടാവില്ല. ഒരുവിധമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യേണ്ട ഒരു നോളേജ് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തുകൂടെ? ഇതുപോലത്തെ ഒരു കണ്ടന്റ് മാത്രം, അതായത് ജസ്റ്റ് നമ്മളൊരു വെബ് പേജിൽ ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് ഇപ്പോൾ ഈ ഫോറിന് എങ്ങനെ കളർ കൊടുക്കാം, ഇവിടെ എങ്ങനെ കുറച്ച് പണിയുണ്ട്. എന്നാലും നിങ്ങൾക്ക് ക്ലാസ്സും സ്റ്റൈലും CSSഉം ഈ ഒരു ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ HTML പഠിച്ചിട്ടുണ്ട്. CSS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതും പിന്നെ നമുക്ക് ബോർഡറും പാഡിങ്ങും മാർജിനും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും പോർഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ലേഔട്ടിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്യുക, ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്യുക, ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്യുക. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ലേഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യല്ല ചെയ്യുക. നമ്മൾ ആദ്യം ഔട്ടർ ലെയർ എവിടേക്കാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ലെയർ ഉണ്ട്, പിന്നെ ഇത് ഇങ്ങനെ വേറൊരു ലെയർ ഉണ്ട്, അതിൻ്റെ താഴെ വേറൊരു ലെയർ ഉണ്ട്. വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്, കാര്യമായിട്ട് പറ്റുന്നുണ്ട്, അത് ക്ഷമിക്കുക. ഓക്കെ.
ഇതിങ്ങനെ ഒരു ലെയർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലെയർ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഒരു ലെയർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ലെയർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതും ഒരു ലെയറാണ്. ഇതിലെ ബട്ടൺസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെക്സ് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് CSS ൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബട്ടണൊക്കെ ഇങ്ങനെ കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ലെയർ ഇവിടുന്ന് അങ്ങോട്ട് താഴെക്കുള്ള ഒരു ലെയറാണ്. ആ ലെയറിലുള്ള ഫസ്റ്റത്തെ ഒരു കണ്ടൻ്റാണ് മെയിൻ ഈ ഒരു പോർഷൻ വരുന്നത്. അതിന് താഴെ വേറെ ലെയർ, അതിന് താഴെ വേറെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ലെയേഴ്സാണ് ഇതൊക്കെ വരുന്നത്. ഇത് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പഠിച്ച് പോവാം. ഇപ്പം നിങ്ങൾ ഈ ഇത്രയും പോർഷൻ ചെയ്യാൻ നിങ്ങൾ capable ആണ്. പലർക്കും അതറിയാം. പലരും ഇതൊക്കെ വെച്ചിട്ട് അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരും ഇപ്പോൾ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഇതിന് capable ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ഇങ്ങനെ എഴുതാനൊക്കെ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ടാസ്കും കൂടെ തരാം. അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ 10 മണിയാകുമ്പോഴേക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തരുന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ.